ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മികച്ച മാങ്ക ആർട്ടിസ്റ്റിന്റെ കഥ പറയുന്ന ഫീൽ ഗുഡ് മൂവിയാണ്. മാങ്ക ആർട്ടിസ്റ്റിന്റെ ഫ്രണ്ട്ഷിപ്പും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള ഒരു ആനിമെ മൂവിയാണ്. 2024 ഇറങ്ങുന്ന ലുക്ക് ബാക്ക്. ഇവിടെ തുടക്കം കാണിക്കുന്നത് ജപ്പാനിലുള്ള ഒരു സ്കൂളിന്റെ ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിൽ സ്റ്റുഡൻസിന് എല്ലാവർക്കും വീക്ക്ലി വന്ന ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റുഡൻസും ആ ന്യൂസ് പേപ്പർ മേടിക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ എല്ലാവരും മേടിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്, നമ്മുടെ ഫുജീനോന്റെ മാങ്ക വായിക്കാൻ. ഫുജീനോ ആണെങ്കിൽ തന്റെ മാങ്ക ന്യൂസ് പേപ്പറിൽ കൂടെ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എല്ലാവരും ചോദിക്കും, ആരാണ് ഈ ഫുജീനോ? അന്നേരം തന്നെ നമ്മുടെ ഫുജീനോനെ കാണിക്കുകയാണ്. കഥയിലെ നായികയാണ് ഇരിക്കുന്നത്. ഫുജീനോ മാങ്കാസ് ഒക്കെ വീക്ക്ലി പേപ്പേഴ്സിന്റെ കൂടെ വിടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്ന എല്ലാ കുട്ടികളും നമ്മുടെ ഫുജീനോനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുജീനോ, നീ എങ്ങനെയാണ് ഈ മാങ്കാസിന്റെ ഒക്കെ സ്റ്റോറി കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ഇത്രയും വൃത്തിക്ക് മാങ്ക എഴുതുന്നത്? എന്ന സമയത്ത് നമ്മുടെ ഫുജീന നല്ല രീതിയിൽ തന്നെ പൊങ്ങുന്നുണ്ട്. പ്രശംസിക്കുന്ന സമയത്ത് നമ്മുടെ ഫുജീനോയ്ക്ക് ഒരുപാട് സന്തോഷം വരികയാണ്. പറയുകയാണ്, നീ വലുതാകുന്ന സമയത്ത് നീ ഉറപ്പായിട്ടും ഒരു വലിയ മാങ്ക ആർട്ടിസ്റ്റ് ആയിരിക്കുമെന്ന്. ഫുജീനോ പറയുകയാണ്, സത്യം പറഞ്ഞാൽ ഞാൻ അതിനൊന്നും വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ബാസിന് വേണ്ടി മാത്രമാണ് ഞാൻ മാങ്ക വരയ്ക്കുന്നത്. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇത് നിർത്തുന്നില്ല. നീ ഉറപ്പായിട്ടും ഒരു വലിയ മാങ്ക ആർട്ടിസ്റ്റ് ആയിരിക്കും. എനിക്ക് ഇപ്പൊ തന്നെ ഒരു ഓട്ടോഗ്രാഫ് തരാമോ എന്ന് കൂട്ടുകാർ അവളോട് വന്ന് ചോദിക്കുകയാണ്. സോ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് അധികം സന്തോഷമാകുകയാണ്. ക്ലാസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഫുജീനോയെ ക്ലാസ് റൂമിലോട്ട് തന്റെ സാറ് വിളിക്കുന്നുണ്ട്. സോ നമ്മുടെ ഫുജീനോ അങ്ങോട്ട് പോകുന്നുമുണ്ട്. വീക്ക്ലിയും നിന്റെ മാങ്കാസ് ന്യൂസ് പേപ്പറിന്റെ കൂടെ റിലീസ് ആകുന്നുണ്ട്. എനിക്കറിയാം, അതൊക്കെ വളരെയധികം രസമാണ് വായിച്ചൊക്കെ നോക്കാൻ വേണ്ടി. കായമോട്ടോ എന്ന് പറഞ്ഞ സ്റ്റുഡന്റിനും ഇങ്ങനെ മാങ്കാസ് ഒക്കെ വീക്ക്ലി ന്യൂസ് പേപ്പറിന്റെ കൂടെ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഫുജിനോ ചോദിക്കുകയാണ്, ആരാണ് ഈ കായമോട്ടോ? നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറയുന്നു. എന്നാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സ്കൂളിലേക്ക് വരത്തുള്ളൂ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഫുജിനോ ഒന്ന് ചിന്തിച്ച് നോക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രം സ്കൂളിൽ വരുന്ന ഒരു കുട്ടി, അവളെ കൊണ്ട് എങ്ങനെയായിരിക്കും വീക്ക്ലി മുഴുവനായിട്ട് തന്നെ മാങ്കാസ് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഒരിക്കലും ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല സാർ, അവൾ പബ്ലിഷ് ചെയ്തോട്ട് തന്നെ സാറിനോട് പറയും. അങ്ങനെ അടുത്ത വീക്കിലും സാധാരണ പോലെ തന്നെ ന്യൂസ് പേപ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. അതിൽ കായമോട്ടോന്റെ മാൻഗയുണ്ട്. സമയത്ത് നമ്മുടെ കായമോട്ടോന്റെ ഡ്രോയിങ് ഒക്കെ വളരെയധികം ക്ലിയർ ആയിട്ടുള്ള ഡ്രോയിങ് ഉണ്ട്. എല്ലാം വളരെയധികം വൃത്തിക്ക് തന്നെയാണ് നമ്മുടെ കായമോട്ടോ വരച്ചിട്ടുള്ളത്. സ്റ്റുഡൻസ് എല്ലാവരും പറയുകയാണ്, ഡ്രോയിങ്സിനെക്കാട്ടിലും വൃത്തിയുള്ളത് ഇവളുടെ ഡ്രോയിങ്സ് ആണ്. മാങ്ക വെച്ച് നിന്റെ മാങ്ക കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിന്റെ മാങ്ക ആവറേജ് ആണ്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഫുജിനോയ്ക്ക് ഒരുപാട് അധികം വിഷമം വരുന്നു. കാരണം ഇത്രയും നാളും തന്നെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളെ കണ്ടപ്പോൾ ഇപ്പൊ അവളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുജിനോ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ പറയുന്നത് പോലെ തന്നെ അവളുടെ ഡ്രോയിങ്സ് ഒക്കെ വളരെയധികം കിടിലനാണ്. വരയ്ക്കുന്നത് അവളെക്കാട്ടിൽ വളരെയധികം മോശമാണെന്ന് നമ്മുടെ ഫുജിനോനും മനസ്സിലാക്കിയാണ്. നമ്മുടെ ഫുജിനോയ്ക്ക് ഒരുപാട് അധികം വിഷമം വരികയാണ്. നമ്മുടെ ഫുജിനോ ആണെങ്കിൽ തന്റെ ഡ്രോയിങ്സ് ഒക്കെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുജിനോ പഠിക്കേണ്ട സമയത്ത്, ആഹാരം കഴിക്കേണ്ട സമയത്ത്, എന്തിനേറെ ഉറങ്ങുന്ന സമയത്ത് വരെ ഇരുന്ന് മാങ്ക വരയ്ക്കുന്നത് പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മുടെ ഫുജിനോട് കുറെ അധികം ഫ്രണ്ട്സ് വന്ന് പറയുകയാണ്, നീ എപ്പോഴും ഇങ്ങനെ പടം വരയ്ക്കാതെ ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യും. നീ ഇങ്ങനെ ഇരുന്ന് പടം മാത്രം വരച്ചോണ്ടിരുന്ന നിനക്ക് ഉറപ്പായിട്ട് ഭ്രാന്ത്. ഒരുപാടധികം തവണ പ്രാക്ടീസ് ചെയ്ത് തന്റെ വീട്ടുകാരുമായിട്ട് പോലും ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഫുജിനോ കുത്തിയിരുന്ന് മാങ്ക വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുജിനോനെ വന്ന് വഴക്ക് പറയുന്നുണ്ട്, 24 മണിക്കൂറും ഇരുന്ന് പടം വരച്ചുകൊണ്ടിരിക്കുന്നതിന്. നമ്മുടെ ഫുജിനോന്റെ മാങ്ക റിലീസ് ആകുകയാണ്. ഫുജിനോന്റെ മാങ്ങയുടെ ഡ്രോയിങ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവൾക്ക് കായമോട്ടോനെ തോൽപ്പിക്കാൻ പറ്റുന്ന അത്ര രീതിയിൽ അവൾക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് തന്നെ ശ്രമമെല്ലാം നിർത്താമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫുജിനോ തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടുകാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവൾ പടം വരയ്ക്കുന്നത് മുഴുവനായിട്ട് തന്നെ ഒഴിവാക്കുകയാണ്. ലൈഫൊക്കെ ഇപ്പൊ വളരെയധികം ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. കറക്റ്റ് ടൈമിൽ കുളിക്കും, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കും, അങ്ങനെ എല്ലാ സാധനവും കറക്റ്റ് ടൈമിൽ തന്നെ അവൾ ചെയ്യും. ഫുജിനോ ആണെങ്കിൽ താൻ പടം വരയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബുക്കുകളെല്ലാം എടുത്ത് പുറത്ത് കളയാൻ വേണ്ടി തന്റെ അമ്മയോട് പറയുകയാണ്. ഫുജിനോ ഇപ്പൊ തന്നെ പടം വരെയെല്ലാം നിർത്തിയിട്ട് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ സ്റ്റഡി. ഗ്രാജുവേറ്റ് ആകുകയാണ്. ഇപ്പൊ അവൾക്ക് മിഡിൽ സ്കൂളിലേക്ക് പോകാം. സാർ വിളിച്ചിട്ട് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നീ ഗ്രാജുവേറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് സാറ് പറയുകയാണ്, ഇത് ഹായമോട്ടോന്റെ സർട്ടിഫിക്കറ്റ് ആണ്, നീ ഇത് അവളുടെ വീട്ടിലൊന്ന് കൊടുക്കണം. സോ ഇത് കേട്ട ഫുജിനോ ചോദിക്കുകയാണ്, ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പ് അവളെ കണ്ടിട്ടുമില്ല. പിന്നെ അവളുടെ അഡ്രസ്സും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ കൊണ്ട് കൊടുക്കും സാർ? സാർ പറയുകയാണ്, നീ തന്നെ അത് കൊണ്ട് കൊടുക്കണം. അവൾ ഈ സ്കൂളിലോട്ടൊന്നും വരാറില്ല. അഡ്രസ് എല്ലാം തരാം, നീ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നീ കൊണ്ട് കൊടുത്താൽ മതി.
നമ്മുടെ കായമോട്ടയുടെ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഫുജിനോ കോളിംഗ് ബെൽ അടിക്കുകയാണ്. എന്നാൽ ആരും തുറക്കുന്നില്ല. എന്നാൽ ആ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ആ ഡോറിന്റെ അകത്തിലേക്ക് കയറി പോവുകയാണ്. നമ്മുടെ ഫുജിനോ ഒരുപാടധികം ബുക്സ് അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഞെട്ടുകയാണ്. കായമോട്ടയും ഒരുപാടധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ലെവലിൽ എത്തിയെന്ന് അവൾക്ക് മനസ്സിലാകുകയാണ്. എടുക്കുന്ന ഒരു പേപ്പർ എടുക്കുകയാണ്, ഒരു മാങ്ക പാനൽ വരയ്ക്കുകയാണ്. കായമോട്ടോ, നീ എന്താണ് ചെയ്യുന്നത്? നീ വെളിയിലേക്ക് വാ, നിന്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ടെന്ന് അവൾ പറയുന്നു. തന്നെ നമ്മുടെ ഫുജിനോ വരച്ച ആ മാങ്ക പാനൽ ഉണ്ടല്ലോ, ആ പേപ്പർ ആണെങ്കിൽ ആ അടിയിൽ കൂടെ നമ്മുടെ ഹായമോട്ടോ കിടന്ന സ്ഥലത്തിലേക്ക് പോവുകയാണ്. കണ്ടുടനെ നമ്മുടെ ഫുജിനോ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നു. കത്തിൽ വരച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാടധികം ആൾക്കാർ നമ്മുടെ ഫുജിനോന്റെ മാങ്ക വായിച്ചിട്ട് വെളിവശത്തേക്ക് വന്നിട്ട്, ഫുജിനോ നീ വെളിയിലേക്ക് വരരുത്, വെളിയിലേക്ക് വരരുതെന്ന് പറഞ്ഞ കാലിക്ക് പേർ നീ വെളിയിലേക്ക് വാ, വെളിയിലേക്ക് വാ എന്ന് പറഞ്ഞു കിടന്ന് അലക്കുന്നു. കേട്ടിട്ട് നമ്മുടെ ഹായമോട്ടോ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഫുജിനോ ആണെങ്കിൽ ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഹായമോട്ടോ ആ വീടിന്റെ വെളിയിലേക്ക് ഓടി ഇറങ്ങി വരികയാണ്. ഫുജിനോ, ഫുജിനോ നിങ്ങളായിരുന്നോ എന്ന് ഹായമോട്ടോ ചോദിക്കുന്നു. നമ്മുടെ ഫുജിനോ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് കായമോട്ടോ ആയിരുന്നു. ഫുജിനോനെ കണ്ടുടനെ തന്നെ നമ്മുടെ ഹായമോട്ടോയ്ക്ക് ഒരുപാടധികം സന്തോഷമായിരുന്നു. നിങ്ങളുടെ ഒരു വലിയ ഫാൻ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മാങ്ക വായിക്കാൻ തുടങ്ങിയ കഴിഞ്ഞ പിന്നാണ് ഞാൻ മാങ്ക വരയ്ക്കാൻ തുടങ്ങിയത്. എനിക്കൊരു ഓട്ടോഗ്രാഫ് തരാമോ? അയ്യോ, ഞാൻ പേപ്പർ എടുക്കാൻ മറന്നുപോയി. അതൊന്നും കുഴപ്പമില്ല, ജാക്കറ്റിന്റെ പുറകിൽ തരാമോ? ഹായമോട്ടോ ഇങ്ങനെ കിടന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫുജിനോ ആ ജാക്കറ്റിന്റെ പുറകിൽ അവളുടെ ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കുകയാണ്. ഫുജിനോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് മാങ്ക എഴുതിക്കൊണ്ടിരിക്കുന്നത് നിർത്തിയത്? സോ ഇത് കേട്ട ഫുജിനോ പറയുകയാണ്, എനിക്കൊരു മാങ്ക കോമ്പറ്റീഷന് വേണ്ടി പോകണമായിരുന്നു. സോ അതിനുവേണ്ടി ഒരു മാങ്ക റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഡെയിലി വീക്ക്ലി ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്ന അതങ്ങ് നിർത്തിയത്. എന്ത് മാങ്ക കോമ്പറ്റീഷനോ? സൂപ്പർ, ആ മാങ്ക എന്നെയും കൂടെ ഒന്ന് കാണിക്കണം കേട്ടോ. ഫുജിനോ പറയുകയാണ്, ഞാൻ ക്യാരക്ടേഴ്സിനെയൊക്കെ റെഡി ആക്കിയിട്ടേ ഉള്ളൂ, ക്യാരക്ടേഴ്സും സ്റ്റോറിയൊക്കെ. സോ വരയ്ക്കാൻ ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വരയ്ക്കാൻ പോകുന്ന സമയത്ത് എന്നെയും കൂടെ ഒന്ന് കാണിക്കണേ എന്ന് നമ്മുടെ കായമോട്ടോ ഫുജിനോട് പറയുന്നു. ഫുജിനോ ഓക്കെ എന്ന് നമ്മുടെ ഹായമോട്ടോനോട് പറയുകയാണ്. നമ്മുടെ ഫുജിനോ അവിടെ നിന്ന് പോവുകയാണ്. ഫുജിനോയ്ക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ്. വലിയ ആളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കായമോട്ടോ തന്റെ ഫാനാണെന്ന് കേട്ടപ്പോൾ നമ്മുടെ ഫുജിനോയ്ക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ്. സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നിട്ട് കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ സ്റ്റോറി അവിടെ വെച്ച് റെഡിയാക്കുകയാണ്. അവർ രണ്ടുപേരും വളരെയധികം നല്ല സുഹൃത്തുക്കളാകുകയാണ്. സോ അങ്ങനെ ആ കോമ്പറ്റീഷന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് പാനൽസ് ഇതെല്ലാം നമ്മുടെ കായമോട്ടോനെയും കൊണ്ട് ഫുജിനോ വരയ്ക്കുകയാണ്. കായമോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട്സും അതുപോലെ തന്നെ പിക്ചേഴ്സൊക്കെ വളരെയധികം വൃത്തിക്ക് വരയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫുജിനോ സ്റ്റോറിയും എഴുതുകയാണ്. കായമോട്ടോ നല്ല രീതിയിൽ വരയ്ക്കുമെങ്കിലും അവളുടെ സ്റ്റോറി അത്രയ്ക്ക് നല്ലതല്ല. നമ്മുടെ ഫുജിനോന്റെ സ്റ്റോറിയാണ് വളരെയധികം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നത്. കായമോട്ടോന്റെ പടം വരെയും അതുപോലെ തന്നെ ഫുജിനോന്റെ നല്ല കിടിലൻ സ്റ്റോറിയും കൂടെ ആക്കി അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരൊരു വൺ ഷോട്ട് മാങ്ക ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഈ വൺ ഷോട്ട് മാങ്കയാണെങ്കിൽ ആ കോമ്പറ്റീഷനിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. മാങ്കയുടെ പേര് കയോ കൂജി എന്നാണ്. സോ അങ്ങനെ ഇതുവരെ റിലീസ് ചെയ്യാൻ വേണ്ടി ആ കോമ്പറ്റീഷന്റെ സ്ഥലത്തിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. കോമ്പറ്റീഷനിൽ മേടിക്കുന്ന ആൾ പറയുകയാണ്, ഇത്രയധികം ചെറിയ കുട്ടികളാണോ ഇത്രയധികം വൃത്തിക്കുള്ള മാങ്ക വരച്ചത്? ഇതെനിക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് ഇതെങ്ങനെയാണ് സാധിച്ചത് എന്ന് വെച്ചാൽ കായമോട്ടോയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് പിക്ചേഴ്സ് എല്ലാം വരച്ചത്, ഞാനാണ് ഇതിന്റെ സ്റ്റോറി എഴുതിയത്, അങ്ങനെയാണ് ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയല്ലോ. മാങ്ക റിലീസ് ആക്കാമെന്ന് അങ്ങേര് പറയുകയാണ്. സോ ആ റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മുടെ ഓട്ടോനെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫുജിനോ റിസൾട്ട് അറിയുന്ന സ്ഥലത്തിലേക്ക് ഓടിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇവരുടെ മാങ്കയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. കാരണം അവർക്ക് രണ്ടുപേർക്കും ഒരുപാടധികം സന്തോഷം വരുന്നു. അത് മാത്രമല്ല ഇവർക്ക് ഒരുപാടധികം പൈസയും കിട്ടുന്നു. അവർ രണ്ടുപേരും കൊണ്ട് അവർക്ക് കിട്ടിയ കാശും കൊണ്ട് ഒരുപാടധികം എൻജോയ് ചെയ്യുകയാണ്. രണ്ടുപേരും വളരെയധികം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുകയാണ്. സോ നമ്മുടെ കായമോട്ടോ ഇപ്പോഴാണ് ഒന്ന് എൻജോയ് ചെയ്യുന്നത് അവളുടെ ലൈഫ്. കായമോട്ടോ ആണെങ്കിൽ വളരെയധികം ഇന്റർവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളിൽ നിന്ന് വെളിയിലേക്ക് വരാത്തത് അവൾക്ക് പീപ്പിൾസിലൂടെ ഒക്കെ സംസാരിക്കുന്നതൊക്കെ വളരെയധികം പേടിയാണ്. അവൾ സ്കൂളിൽ പോലും വരാതെ ഒരു റൂമിന്റെ അകത്തിൽ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഫുജിനോ, നീ ആണെങ്കിൽ എന്നെ ആ റൂമിൽ നിന്ന് ഇറക്കിയിട്ട് എന്നെ വളരെയധികം നല്ല രീതിയിൽ തന്നെ നീ എൻജോയ് ചെയ്യിപ്പിച്ചു. എൻജോയ്മെന്റ് എന്താണെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. വളരെയധികം നന്ദിയുണ്ട് ഫുജിനോ. നമ്മുടെ കായമോട്ടോ വളരെയധികം സന്തോഷത്തോടെ നമ്മുടെ ഫുജിനോട് പറയുന്നു, നീ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. നമ്മുടെ ഫുജിനോ പറയുകയാണ്, എന്നാൽ നമ്മളിപ്പോൾ ഇത്ര നേരം ഇരുന്ന് ചെലവാക്കിയില്ലേ, ആ പൈസ മുഴുവനും തിരിച്ചതാ ഞാൻ തരാം. എടി പൊട്ടി, ഞാൻ നിന്നോട് ചുമ്മാ പറഞ്ഞ, നീ എന്തോ എല്ലാ കാര്യം ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ചിരിക്കുകയാണ്. ഫുജിനോ ക്യാരക്ടേഴ്സ് സ്റ്റോറിയും റെഡിയാക്കും. അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മുടെ ഹായമോട്ടോയും ചെയ്ത് ഇവർ ഒരുപാടധികം വൺ ഷോട്ട് മാങ്കാസ് റിലീസ് ചെയ്യുകയാണ്. വൺ ഷോട്ട് മാങ്കാസ് ഇതുവരെ
അവർ റിലീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവരുടെ മാങ്കാസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷേഴ്സ് ഇവരോട് വന്ന് പറയുക ഒരുപാട് കിടിലായിട്ടുള്ള വൺ ഷോട്ട് മാങ്കാസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനിയും സീരീസ് ആണ് നിങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. സീരീസ് റൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കോ. നിങ്ങളുടെ വൺ ഷോട്ട് മാങ്കാസ് ഒരുപാടധികം ഹിറ്റാണ്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഫുജിനോയ്ക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. എന്നാൽ നമ്മുടെ ഹയാമോട്ടോ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫുജിനോയ്ക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ്. രണ്ടുപേരും വീട്ടിലേക്ക് പോവുകയാണ്. ഫുജിനോ, എനിക്ക് നിന്നെ സീരീസ് എഴുതുന്നതിൽ സഹായിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ ഫുജിനോ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹയാമോട്ടോ പറയുകയാണ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ആർട്ട് സ്കൂളിലെ ഡിഗ്രിയൊക്കെ വേണം. ഹയാമോട്ടോ ഫുജിനോട് പറയുകയാണ്, ഹയാമോട്ടോ നീ എന്തിനാണ് വെറുതെ പോയി ആർട്ട് സ്കൂളിലൊക്കെ പോയി എടുക്കുന്നത്? അതൊന്നും ഒരു യൂസുമില്ല. അല്ല, എനിക്ക് അങ്ങനെ ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേൾക്കുന്ന നമ്മുടെ ഫുജിനോ വളരെയധികം ദേഷ്യത്തോടെ ഹയാമോട്ടോയോട് പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, ഇത്ര നാളും സ്റ്റോറി ഞാനല്ലേ എഴുതിക്കൊണ്ടിരുന്നത്, ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ വേണ്ടി മാത്രമല്ലേ, അസിസ്റ്റൻസിനെ വെച്ചോളാം, അത് മതി, എനിക്ക് നിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നീ ആ വൃത്തികെട്ട ഡിഗ്രി പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഒരു ജോലി പോലും കിട്ടത്തില്ല, പിന്നെ നീ എന്ത് തേങ്ങയ്ക്ക് വേണ്ടിയാണ് അത് പഠിക്കാൻ വേണ്ടി പോകുന്നത്? സോ ഇത് കേട്ട ഹയാമോട്ടോ പറയുകയാണ്, എനിക്ക് പീപ്പിൾസിന്റെ കൂടെയൊക്കെ ഒരുപാട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട്. ഇതും കൂടെ കേട്ടിട്ട് നമ്മുടെ ഫുജിനോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വന്നിട്ട് ഹയാമോട്ടോയോട് പറയുകയാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല, ഇത്രയും കാലമായിട്ടും നീ എന്നോട് മാത്രമേ മിണ്ടുന്നുള്ളൂ, നീ ആ കാര്യം മറക്കരുത്. സോ ഇത് കേൾക്കുന്ന ഹയാമോട്ടോ പറയുകയാണ്, അല്ല, എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് പീപ്പിൾസിന്റെ കൂടെ ഒക്കെ മിണ്ടാൻ വേണ്ടി സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്തിരിക്കും. എങ്കിലും പോയി തേങ്ങ കാണിക്കാൻ ഹയാമോട്ടോനോട് ഫുജിനോ പറയുകയാണ്. വളരെയധികം സുഹൃത്തുക്കളായിട്ടുള്ള അവർ രണ്ടുപേരും അവിടെ വെച്ച് പിരിയുകയാണ്. നമ്മുടെ ഹയാമോട്ടോ ആർട്ട് സ്കൂളിൽ ഡിഗ്രിക്ക് വേണ്ടി പോവുകയും പണ്ടത്തേനെ പോലെ തന്നെ നമ്മുടെ ഫുജിനോ ആണെങ്കിൽ തന്റെ മാങ്ക റൈറ്റിംഗിൽ തുടരുകയുമാണ്. ഫുജിനോ ആണെങ്കിൽ ഇപ്പൊ തന്നെ മാങ്ക സീരീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം അസിസ്റ്റൻസിനെ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഫുജിനോ തന്റെ മാങ്ക സീരീസ് റിലീസ് ചെയ്യുന്നത്. മാങ്ക സീരീസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അവളുടെ അസിസ്റ്റന്റുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവൾ ഒരു ന്യൂസ് കാണുന്നത്. കോളേജിൽ വന്നിട്ട് ഒരുത്തരാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന പിക്കാസ് യൂസ് ചെയ്തിട്ട് ഒരുപാടധികം കുട്ടികളെ കൊന്നു കളഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് മുറിവുകളും ഉണ്ട്. ന്യൂസ് കണ്ടുടനെ തന്നെ നമ്മുടെ ഫുജിറോ ഒന്ന് നല്ല രീതിയിൽ തന്നെ പേടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കായമോട്ടോനെ തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. എന്നാൽ നമ്മുടെ കായമോട്ടോ എടുക്കുന്നില്ല. കായമോട്ടോ പഠിക്കുന്നതും ഈ ആർട്ട് കോളേജിൽ തന്നെയാണ്. വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫുജിറോ ആണെങ്കിൽ കായമോട്ടോയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് പോലെ തന്നെ മരിച്ച കുട്ടി അവളാണോ എന്ന് വിചാരിച്ച് അവൾ പോകുന്ന സമയത്താണ് അവൾ ഒരു കാഴ്ച കാണുന്നത്. മരിച്ചത് വേറെ ആരുമല്ല, അത് കായമോട്ടോ തന്നെയായിരുന്നു. കായമോട്ടോന്റെ ഫ്യൂണലിലൊക്കെ അവൾ പോകുന്നുണ്ട്. ഫ്യൂണലെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കായമോട്ടോന്റെ വീട്ടിലേക്ക് ഫുജിറോ പോവുകയാണ്. ഫുജിറോ ആദ്യമായിട്ട് കായമോട്ടോനെ കാണുന്ന സമയത്ത് തന്നെ അവളുടെ റൂം ഇപ്പോഴും ലോക്ക്ഡ് തന്നെയാണ്. മാങ്ക വരച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ബുക്കുകൾ താഴെ ഇരിപ്പുണ്ട്. സോ അതിലൊരു ബുക്ക് അവൾ തുറന്ന് നോക്കിയാണ്. ഫുജിറോ ഇവിടെ വന്നിട്ട് ഒരു മാങ്ക പാനൽ വരച്ചില്ലേ, ആ പാനൽ ആ ബുക്കിന്റെ അതിലിരിക്കുന്നു. പാനൽ എടുത്തിട്ട് നമ്മുടെ ഫുജിറോ അവിടെ വെച്ച് കീറി കളയുകയാണ്. എന്നിട്ട് ഫുജിറോ വളരെയധികം വിഷമത്തോട് പറയുകയാണ്, പാനൽ വരച്ചത് കൊണ്ടാണ് കയാമോട്ടോ അതിൽ നിന്ന് വെളിയിലേക്ക് വന്നത് കൊണ്ടാണ് അവൾ എന്നോട് മിണ്ടിയത്. അങ്ങനെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത്. ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത് അവൾക്ക് ജീവനില്ലാത്തതും ഈ കാരണം കൊണ്ട് മാത്രമാണ്. ഫുജിനോ വേറൊരു റിയാലിറ്റി വിചാരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് കയാമോട്ടോന്റെ ഗ്രാജുവേഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. മാങ്ക പാനൽ വരയ്ക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കയാമോട്ടോ വെളിയിലേക്ക് വന്നിട്ട് ഇവളുമായിട്ട് പരിചയപ്പെടുന്നില്ല. അവരുടെ ലൈഫ് നോർമൽ ആയിട്ട് തന്നെ മൂവ് ആവുകയാണ്. കയാമോട്ടോ ആണെങ്കിൽ ആർട്സ് കോളേജിൽ വെച്ച് വരയ്ക്കാൻ വേണ്ടിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ കായമോട്ടോനെ കൊന്ന ആ പിക്കാസ് കൊണ്ട് വരുന്ന ആൾ അങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ കായമോട്ടോനെ വെട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ ഓടി വന്ന ഫുജിനോ ആണെങ്കിൽ അവനെ തടുക്കുകയാണ്. കായമോട്ടോനെ കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫുജിനോ ആണെങ്കിൽ മാങ്ക വരയ്ക്കും. ഫുജിനോ ആണെങ്കിൽ കരാട്ട ക്ലാസ്സിലൊക്കെ പോയി ഒരുപാടധികം സ്ട്രോങ് ആവുകയാണ്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. പോലീസൊക്കെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. ചവിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുജിനോന്റെ കാല് ചെറുതായിട്ട് ഇൻഷുർഡ് ആയിട്ടുണ്ട്. ഫുജിനോ, ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണ്, എന്റെ ഇൻസ്പിറേഷൻ. നമ്മുടെ ഫുജിനോയ്ക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ്. നമ്മുടെ ഫുജിനോ താങ്ക് യു എന്ന് പറയുകയാണ്. നിങ്ങൾ എന്താണ് ഇപ്പൊ മാങ്ക ഒന്ന് റിലീസ് ചെയ്യാത്തത്? ഒരുപാടധികം നാളായിട്ട് നിങ്ങൾ മാങ്കാസ് ഒന്നും എഴുതുന്നില്ലല്ലോ. ഫുജിനോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, എനിക്കൊരു കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്യണം, ഞാൻ മാങ്കാസ് എഴുതുന്നതിന് ബ്രേക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ ഇനി തൊട്ട് മാങ്കാസ് സീരീസ് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. സോ അതിനുവേണ്ടി നിനക്ക് എനിക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരച്ചു തരാൻ വേണ്ടി സാധിക്കുമോ എന്ന് നമ്മുടെ കയാമോട്ടോനോട് അവൾ പറയുകയാണ്. ഫുജിനോ ഇങ്ങനത്തെ ഒരു ടൈം ലൈൻ ആയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുകയാണ്. നടന്നായിരുന്നെങ്കിൽ നമ്മുടെ കായമോട്ടോ മരിക്കത്തില്ലെന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ഫുജിനോ. കായമോട്ടോന്റെ റൂമിന്റെ വെളിയിലിരിക്കുന്ന നമ്മുടെ ഫുജിനോനെ ഒരു മാങ്ക പാനിൽ വരികയാണ്. എടുത്ത് നോക്കുന്ന സമയത്ത് കായമോട്ടോനെ ഒരാളാണെങ്കിൽ പിക്കാസ് വെച്ച് കൊല്ലാൻ വരുന്ന സമയത്ത് ഫുജിനോ അവനെ അടിച്ച് തറയിലിടുകയാണ്. കാണിച്ച് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ ഫുജിനോയുടെ പുറകിൽ ഒരു പിക്കാസ് ഉണ്ട്. അവൾ പേരിട്ടിരിക്കുന്നത് ലുക്ക് ബാക്ക് എന്നാണ്. നമ്മുടെ ഫുജിനോ ആണെങ്കിൽ വളരെയധികം വിഷമത്തോടെ നമ്മുടെ കായമോട്ടോന്റെ റൂമിലേക്ക് കയറി പോകുന്നു. നോക്കുന്ന സമയത്ത് അവൾ ആദ്യമായിട്ട് ഷൈനിട്ട് കൊടുത്തിരുന്ന അവളുടെ ജാക്കറ്റ് ഇപ്പോഴും അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഫുജിനോ എഴുതിക്കൊണ്ടിരുന്ന മാങ്കയില്ലേ ഷാർക്സ് എന്ന് പറഞ്ഞ, സോ ആ മാങ്കയുടെ 11 വോളിയമാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ ആ 13 വോളിയവും അവിടെ ഉണ്ട്. അത്
മാത്രമല്ല 12ാമത്തെ വോള്യത്തിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുകയാണെന്നും ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹയാമോട്ടോ ആർട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയുള്ള കാരണം എന്ന് വെച്ചാൽ ഹയാമോട്ടോ വളരെയധികം സ്ലോ ആയിട്ടാണ് പടവും ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ വരയ്ക്കുന്നത്. തന്നെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെയധികം വൃത്തിക്കും അതുപോലെ തന്നെ വളരെയധികം സ്പീഡിലും മാങ്ക ചാപ്റ്റേഴ്സ് ഒക്കെ വരയ്ക്കണം എന്നുള്ള രീതിയിലാണ് ആർട്ട് സ്കൂളിൽ പോയി ജോയിൻ ചെയ്തത്. ഫുജിനോയ്ക്ക് വേണ്ടിയാണ് ഹയാമോട്ടോ ആ സ്കൂളിൽ പോയി ജോയിൻ ചെയ്തത്. ഫുജിനോ വളരെയധികം വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. നമ്മുടെ ഫുജിനോയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ആകുന്നത് ഹയാമോട്ടോ ആണെങ്കിൽ ഫുജിനോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഫുജിനോ ഹയാമോട്ടോനെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. കാരണം നമ്മുടെ ഫുജിനോയ്ക്ക് ഇപ്പൊ ഒരുപാടധികം വിഷമം വരുന്നുണ്ടെങ്കിലും ജീവിച്ചിരിക്കാൻ നേരത്ത് കൊടുക്കാത്ത സ്നേഹം മരിച്ചു കഴിയാൻ നേരത്ത് ആ സ്നേഹം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ഹയാമോട്ടോ വരച്ച ആ ഡ്രോയിങ് പാനലും എടുത്തുകൊണ്ട് നമ്മുടെ ഫുജിനോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഫുജിനോയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവളുടെ മാങ്കയായിട്ടുള്ള ഷാർഡ് 12ാമത്തെ വോളിയം എഴുതുകയാണ്. ഫുജിനോ ആണെങ്കിൽ വീണ്ടും തന്റെ മാങ്ക റൈറ്റിംഗ് ലൈഫ് തുടരുകയാണ്. ഫുജിനോ ഒരു കാര്യം മനസ്സിൽ പറയുകയാണ്, ഇല്ലാതെ എനിക്ക് ഒരു മാങ്ക ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടി സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അതെല്ലാം സംഭവിച്ചത്. ഹയാമോട്ടോ, നീയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന മാങ്ങയുടെ ഇൻസ്പിറേഷൻ വരെ നീയാണ്. ലുക്ക് ബാക്ക് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി മൂവി അവസാനിക്കുന്നു. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ മൂവി ജസ്റ്റ് ഒന്ന് പോയി നിങ്ങളൊന്ന് കാണുക. അത്രയ്ക്ക് കിട്ടിലൻ മൂവിയാണ്. 55 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ മൂവി. സോ നിങ്ങൾ എല്ലാവരും ഈ മൂവി ഒന്ന് എടുത്തു പോയി കാണുക. അന്നേരമേ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ആനിമെ മൂവിയായിരുന്നു. എന്നിട്ട് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ കുറച്ച് ഫീൽ ഗുഡ് ആയിട്ടുള്ള ആനിമി മൂവീസും അതുപോലെ തന്നെ ആനിമി സീരീസസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദിവസം അടുത്തൊരു മൂവിയോ അല്ലെങ്കിൽ ആനിമി സീരീസോ ആയിട്ടോ കാണുന്നവരേക്കും ടാറ്റ ബൈ.